എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കോഴി വളർത്തുന്നവർക്ക് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആയിട്ടാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾക്ക് ₹1 പോലും ചിലവില്ലാതെ കോഴികൾക്ക് നല്ലൊരു പ്രോട്ടീൻ അടങ്ങിയ ഒരു തീറ്റ എങ്ങനെ ഉണ്ടാക്കാമെന്നതിനെ കുറിച്ചുള്ളൊരു വീഡിയോ ആണ് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യം നമുക്ക് ഇതുപോലൊരു വലിയ PVC പൈപ്പാണ് ആവശ്യം. ഇത് നമ്മളൊരു അടപ്പ് ഉപയോഗിച്ചിട്ട് നമ്മൾ ഇത് ഡെയിലി ഇതിന് നമ്മൾ വീട്ടിലെ പച്ചക്കറിയുടെ വേസ്റ്റ് നമ്മൾ ഡെയിലി ഈ പൈപ്പിനുള്ളിൽ നിക്ഷേപിക്കും. എന്ത് വേണമെങ്കിലും പച്ചക്കറി, അതുപോലെ മീൻ എന്നിവയൊക്കെ നമുക്ക് വേസ്റ്റ് വരുന്നത്, അടുക്കള മാലിന്യങ്ങൾ നമുക്ക് ഇതുപോലെ ഈ PVC പൈപ്പിനുള്ളിൽ ഇട്ട് അടച്ചു വയ്ക്കുക. നമുക്കൊരു ആഴ്ച കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇത് ഒരുപാട് ലാർവകൾ രൂപപ്പെട്ടതായി കാണാം. നമുക്ക് ഈ വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ ഇതിൻ്റെ ഉള്ളിൽ ഒരുപാട് കോഴികൾക്ക് ആവശ്യമായ ലാർവകൾ, അത് പ്രോട്ടീൻ അടങ്ങുന്ന ബ്ലാക്ക് സോൾജർ ലാർവ ഒക്കെ നമുക്കിതിൽ രൂപപ്പെട്ട് അത് കാണാൻ നമുക്ക് കഴിയും. കോഴി വളർത്തുന്നവരൊക്കെ തീർച്ചയായിട്ടും ഈ വീഡിയോ ഉപകാരപ്പെടും. നമുക്ക് ഇപ്പോഴൊക്കെ കോഴി വളർത്തുന്നവർക്ക് തീറ്റ ചെലവ് എന്ന് പറയുമ്പോൾ വളരെ കൂടുതലാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ ഒരു ചിലവ് ചുരുക്കിയിട്ട് കോഴികൾക്ക് നല്ലൊരു തീറ്റ അപ്പോൾ വീടുകളിലൊക്കെ നമ്മൾ തീർച്ചയായിട്ടും ഇതുപോലൊരു PVC പൈപ്പ് ഉപയോഗിച്ചിട്ട് നമ്മളൊരു മാലിന്യ കമ്പോസ്റ്റ് ഉണ്ടാക്കുകയാണെങ്കിൽ അത് ഏറ്റവും ഉപകാരപ്പെടും. നമുക്ക് വീട്ടിലെ മാലിന്യങ്ങൾ ഒഴിവാക്കുകയും ചെയ്യും. അതുപോലെ തന്നെ നമ്മൾ കോഴികൾ വളർത്തുന്നവരുണ്ടെങ്കിൽ അതിന് നല്ലൊരു തീറ്റ ഉണ്ടാക്കാനും നമുക്ക് സാധിക്കും. അപ്പോൾ നമുക്ക് ഈ വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ ഒരുപാട് ലാർവകൾ ഇതിൽ പച്ചക്കറി വേസ്റ്റിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ കോഴികൾക്ക് കൊടുക്കാവുന്ന പ്രോട്ടീൻ അടങ്ങുന്ന നല്ലൊരു ഫുഡാണ്. നമ്മൾ ഈ ലാർവകളെ വേർതിരിച്ചെടുക്കുന്ന ഒരു പഴയ ഫാനിൻ്റെ നെറ്റും ഒരു പഴയ അലുമിനിയത്തിൻ്റെ പാത്രം എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ വേസ്റ്റ് നെറ്റിലേക്ക് കോരി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ കുറച്ച് സമയത്തിന് ശേഷം ഈ നെറ്റിൻ്റെ അടിയിലൂടെ ഈ ലാർവകളെല്ലാം ഈ പാത്രത്തിൻ്റെ വീഴുന്നതായിട്ട് നമുക്ക് കാണാം. അപ്പോൾ കുറച്ച് വെയിലത്ത് വെക്കുകയാണെങ്കിൽ ഒരു 10-15 മിനിറ്റിനുള്ളിൽ ഈ ലാർവകളൊക്കെ നമുക്ക് ഈ പാത്രത്തിലേക്ക് വീണ് കിട്ടും. അപ്പോൾ നമുക്ക് ഒരു ബുദ്ധിമുട്ടില്ലാതെ ഈ ലാർവകളെ നമുക്ക് വേർതിരിച്ചെടുക്കാൻ സാധിക്കും. നാടൻ കോഴിയൊക്കെ വളർത്താൻ വീട്ടമ്മമാർ ഉണ്ടെങ്കിൽ അവർക്ക് ഏറ്റവും അനുയോജ്യമായൊരു രീതിയാണ് നമുക്ക് ഇതുപോലെ നല്ലൊരു തീറ്റ ഉണ്ടാക്കുക എന്നുള്ളത്. അവർക്ക് അടുക്കളയിലെ വേസ്റ്റും ഒഴിവാകും. കോഴികൾക്ക് നല്ലൊരു ഫുഡും റെഡിയാക്കി എടുക്കാൻ നമുക്ക് സാധിക്കും. ഇപ്പോൾ നമ്മൾ ഇതുപോലെ നമുക്ക് ഈ പാത്രത്തിൻ്റെ അടിയിലോട്ട് ഈ ലാർവകൾ വന്ന് വീണ് കാണും. അപ്പോൾ നമ്മളിത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കുറച്ച് വെള്ളം ഉപയോഗിച്ചിട്ട്, കുറച്ച് നല്ല വെള്ളം ഉപയോഗിച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി ലാർവകളെ വൃത്തിയാക്കി എടുക്കേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് ഇതുപോലെ ഒരു വടിയൊക്കെ ഉപയോഗിച്ചിട്ട് ഈ ലാർവകളെ നമുക്ക് ഇതിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്നതിന് വേണ്ടി നന്നായിട്ട് വെള്ളം ഉപയോഗിച്ച് ഇളക്കിയെടുത്തതിന് ശേഷം നമുക്ക് ഈ വെള്ളം പച്ചക്കറികളോ അതുപോലെ ചെടികൾക്കൊക്കെ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ അത് നല്ല രീതിയിൽ വളരുന്നതിന് ഈ വെള്ളം നമുക്ക് ഉപയോഗിക്കാം. ഇപ്പം നമ്മളിതുപോലെ ഒരു പഴയ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ പാത്രം എടുത്തിട്ട് നമ്മൾ ഒരു പച്ച നെറ്റ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ലാർവകളെ വേർതിരിച്ചെടുക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ പാത്രത്തിലെ വെള്ളം നമ്മൾ ഈ നെറ്റിലൂടെ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നെറ്റിൽ നമുക്ക് ലാർവകൾ വന്ന് വീഴുന്നതായിട്ട് കാണാം. ഇതുപോലെ വൃത്തിയാക്കിയതിന് ശേഷം മാത്രമേ നമുക്ക് കോഴികൾക്ക് കൊടുക്കാൻ പാടുള്ളൂ. ഡയറ്റ് കൊടുത്തു കഴിഞ്ഞാൽ കോഴികൾക്ക് അത് വലിയൊരു ആരോഗ്യ പ്രശ്നം ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് മായത്തിനെ നമ്മൾ
കോഴികൾ, നാടൻ കോഴികളെ സംബന്ധിച്ചിടത്തോളം അവ എല്ലാ വേസ്റ്റുകളും കൊത്തിപ്പൊറുക്കി തിന്നുന്നതാണ്. എന്നാലും നമ്മുടെ വേർതിരിച്ചെടുത്ത് കൊടുക്കുന്നതാവും ഏറ്റവും അനുയോജ്യം. അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ ഇതിനെ വേർതിരിച്ചെടുക്കാനും നമുക്ക് നല്ല വൃത്തിയിൽ കോഴികൾക്ക് കൊടുക്കാനും നമുക്ക് സാധിക്കും. അതുപോലെ നമുക്ക് നല്ലൊരു പാത്രത്തിൽ നമുക്ക് ലാർവകളെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇവയൊക്കെ കോഴികൾക്കെന്ന് പറഞ്ഞാൽ അത്യാവശ്യം പ്രോട്ടീൻ അടങ്ങിയ നല്ലൊരു ഫുഡാണ്. കോഴികളുടെ വളർച്ചയ്ക്കും ഒക്കെ നന്നായി സഹായിക്കുന്ന ഒരു നാച്ചുറൽ ഫുഡ് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഇതുപോലെ നമ്മളൊരു പാത്രത്തിലാക്കി നമ്മൾ കോഴിക്കൂട്ടിൽ വെച്ച് കൊടുക്കുകയാണെങ്കിൽ കോഴികളത് നന്നായി കഴിക്കുന്നതായിട്ട് കാണാം. ഇപ്പോൾ കോഴി വളർത്തുന്നവരൊക്കെ എന്തായാലും ഇതുപോലെ നമ്മൾ പഴയ പച്ചക്കറി മാലിന്യങ്ങൾ, അതുപോലെ മീനിൻ്റെ വേസ്റ്റ് എന്നിവ ഉപയോഗിച്ചിട്ട് ഇതുപോലെ വീടുകളിൽ തീർച്ചയായിട്ടും ഉണ്ടാക്കാൻ ശ്രമിക്കുക. അത് നമ്മളുടെ വീട്ടിലെ പരമാവധി മാലിന്യം ഒഴിവാവുകയും അതുപോലെ കോഴികൾക്ക് നല്ലൊരു തീറ്റ ഉണ്ടാക്കി കൊടുക്കാൻ സാധിക്കുകയും നമുക്ക് ചെയ്യും. ഇത്രയൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയുമായിട്ട് നിങ്ങൾ ബന്ധപ്പെടുക. അപ്പോൾ നമ്മൾ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ് ചെയ്യുക. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും ഉപകാരപ്പെട്ടെങ്കിൽ മറ്റുള്ളവർ കോഴി വളർത്തുന്നവരുമായി ബന്ധപ്പെട്ട നിങ്ങൾ കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. അപ്പോൾ നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.